Good evening, Makale. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Today we have to discuss about one of the important chapter in plus 2 biology, biotechnology, principles and process. Okay, let's start with the class. Okay, അപ്പോൾ എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ? ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം. ബയോടെക്നോളജി എന്താണെന്ന് അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ളൊരു വേർഡാണ്. എന്താ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ? ബയോടെക്നോളജി ഈസ് ദ ടെക്നോളജി ഇൻ ലിവിങ് ഓർഗാനിസംസ് ആണ് അല്ലേ. ആ നെയിമിൽ തന്നെയുണ്ട് എന്തൊക്കെയോ ടെക്നോളജി ചെയ്യുന്നു ബയോളജിക്കൽ തിങ്സിൽ, ലിവിങ് ഓർഗാനിസത്തിൽ അല്ലേ. എന്നിട്ട് എന്തുണ്ടാക്കുന്നു? പ്രൊഡക്റ്റ് ആൻഡ് എൻസൈംസ്, വാക്സിൻ എക്സെട്ര ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. അപ്പോൾ ലിവിങ് ഓർഗാനിസംസിനേൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ടെക്നോളജീനെ പറയുന്ന പേരാണ് ബയോടെക്നോളജി. അപ്പോൾ ബയോടെക്നോളജിക്ക് വേണ്ടി നമുക്കൊരു സിമ്പിൾ ഒരു ഡെഫിനിഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ എന്താ? ബയോടെക്നോളജി ഈസ് ദ technique of using living organisms or their enzymes for product and services that are useful to human beings. Okay, അപ്പോൾ എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ? ബയോടെക്നോളജി ഈസ് ദ technique of using living organisms or their enzymes for product and processes that are useful to human beings. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബയോടെക്നോളജി ഈസ് ദ ടെക്നോളജി വിച്ച് ഡീൽസ് വിത്ത് ദ യൂസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓർ എൻസൈം ഫ്രം ദം ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ്. അതായത് ലിവിങ് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ട് മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും സർവീസസും ഉണ്ടാക്കുക. അതിനെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ് ഡെഫിനിഷൻ? ബയോടെക്നോളജി ഈസ് ദ ടെക്നിക് ഓഫ് യൂസിങ് ലിവിങ് ഓർഗാനിസംസ് ഓർ എൻസൈം ഫ്രം living organisms produce product and services that are useful to human beings. ഓക്കെ, അപ്പോൾ എന്താണ് ബയോടെക്നോളജി എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഫാദർ ഓഫ് ബയോടെക്നോളജി നമുക്കറിയാം, ജെനറ്റിക്സ്, ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ, ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ്, ഫാദർ ഓഫ് സുവോളജി ആരാണ്? അരിസ്റ്റോട്ടിൽ, ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രിഗർ മെൻഡൽ അല്ലേ. അതൊക്കെ വന്നിങ്ങനെ മോഡേൺ ആയിട്ട് വന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ് ബയോടെക്നോളജി. ആരാണ് ബയോടെക്നോളജിയുടെ ഫാദർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പേരാണ് കരോളി എറക്കി. ആരാണ്? കരോളി എറക്കി ഈസ് ദ ഫാദർ ഓഫ് ബയോടെക്നോളജി, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ് അല്ലേ. നല്ല ബയോടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം അല്ലേ. വാക്സിൻ കണ്ടുപിടിക്കൽ, എക്സ്പെരിമെൻറ്റുകൾ നടത്തൽ, പുറത്തിറങ്ങൽ, മാർക്കറ്റിലിറങ്ങൽ, അങ്ങനെ നമ്മൾ കുറേ സൈഡ് എഫക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കോവിഡിന് ശേഷം അറിയാം അല്ലേ. അപ്പോൾ മുൻപത്തെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് ബയോടെക്നോളജി എന്നും എന്താ ആൻറ്റിബയോട്ടിക്സ് എന്നും എന്താ വാക്സിൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാം ബ്രാഞ്ചിൻ്റെ ഒക്കെ ഹെഡ് അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്നത് കരോളി എറക്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ടെക്സ്റ്റില്ല, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യണം, ഫാദർ ഓഫ് ബയോടെക്നോളജീസ് കരോളി എറക്കി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് EFBയുടെ ഡെഫിനിഷനാണ്. EFB എന്താണ്? EFB യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ആ ഡെഫിനിഷൻ? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജിയുടെ ഡെഫിനിഷനാണ്. എന്താണ് ഡെഫിനിഷൻ? ദ ഡെഫിനിഷൻ ഫോർ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി അല്ലേ. എന്തിൻ്റെ ഡെഫിനിഷനാണ്? ബയോടെക്നോളജിയുടെ ഡെഫിനിഷനാണ്. ബയോടെക്നോളജി ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ്, ഓർഗാനിസംസ്, സെൽസ്, പാർട്സ് thereof and molecular analogues for product and services. എന്താ പറഞ്ഞത്? ബയോടെക്നോളജി ഈസ് ദ ഇൻറ്റഗ്രേഷൻ, ഒരുമിപ്പിക്കുക. എന്തിനൊക്കെ? കറക്റ്റ് ഡെഫിനേഷൻ ആയിരിക്കണം. ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, ഈവൻ കോമ പോലും. ഓക്കെ, അപ്പോൾ എന്താണ് EFB? യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി അല്ലേ. According to EFB, biotechnology is the integration of natural science, biology and living organisms and അവരുടെ സെൽസ് ആൻഡ് പാർട്സ് thereof എന്ന് പറഞ്ഞാൽ സെൽസിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? സെല്ല്, ന്യൂക്ലിയസ്. സെൽസിൻ്റെ പാർട്സ് ഒക്കെ സെൽ ഓർഗനൽസ് അല്ലേ. ന്യൂക്ലിയസിനുള്ള ക്രോമസോം അതെല്ലാം സെല്ലിൻ്റെ പാർട്ടായിട്ട് വരും. ആൻഡ് മോളിക്കുലാർ അനലോഗ്സ് മീൻസ് DNA ആൻഡ് RNA ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, ഹ്യൂമൻ ബീയിങ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിന് വേണ്ടി. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ബയോടെക്നോളജി. ഇതിലൊരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. EFBയുടെ ഡെഫിനിഷൻ എന്താണ് ബയോടെക്നോളജി എന്ന് ചോദിച്ചാൽ integration of natural science and organisms, cells, parts thereof,
and molecular analogues for product and services. ക്ലിയർ ആയല്ലോ? ഇതാണ് ബയോടെക്നോളജീൻ്റെ ഡെഫിനിഷൻ. നമ്മളുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് യൂസിങ് ലിവിങ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ഫ്രം ദി ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്സ്. ലിവിങ് ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ട്, അവരിൽ നിന്നുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ട് മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. According to EFB, biotechnology is the integration of natural science and organisms, cells, parts thereof, and molecular analogues for product and services. ഓക്കെ, അപ്പോൾ എന്താണ് ബയോടെക്നോളജി എന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 branches ഓഫ് ബയോടെക്നോളജിയാണ്. ഏതാണ് ബയോടെക്നോളജിയുടെ 2 ബ്രാഞ്ച് അല്ലേ? എന്താണ് ബയോടെക്നോളജിയുടെ 2 ബ്രാഞ്ച് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബയോടെക്നോളജിനെ നമുക്ക് 2 ബ്രാഞ്ചായിട്ട് തിരിക്കാം. നമുക്ക് ബയോടെക്നോളജി എന്ന ബ്രാഞ്ച് ഓഫ് ബയോളജി വരുന്നതിന് മുൻപും നമ്മൾ ബയോടെക്നോളജിക്കൽ അപ്ലിക്കേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഹ്യൂമൻ ബീയിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓൾഡ് ബയോടെക്നോളജിയിൽ വരുന്നു. ഓൾഡ് ബയോടെക്നോളജി ഡീൽസ് വിത്ത് മൈക്രോബ് മീഡിയേറ്റഡ് പ്രോസസ് അല്ലേ? മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? കേർഡ് അല്ലേ? ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയമാണ് പാലിനെ കേർഡാക്കി മാറ്റുന്നത് അല്ലേ? പാലിനെ തൈരാക്കി മാറ്റാൻ. അത് നമ്മൾ പണ്ടേ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബയോടെക്നോളജിക്കൽ അപ്രോച്ചാണ്. പിന്നെ ബ്രെഡ് ഉണ്ടാക്കുക, വൈൻ അല്ലേ? ഈസ്റ്റൊക്കെ മൈക്രോ ഓർഗാനിസം യൂണിസെല്ലുലാർ ആരാണ്? മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ഈസ്റ്റിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി നമ്മൾ ഡഫ് ഉണ്ടാക്കി അല്ലേ? അപ്പം, ഇഡ്ലി മാവൊക്കെ പുളിപ്പിക്കാൻ ഉപയോഗിച്ചു, വൈൻ ഉണ്ടാക്കി അല്ലേ? ഇതെല്ലാം ഓൾഡ് ബയോടെക്നോളജിയിൽ വരുന്നതാണ്. മോഡേൺ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെവൽ മാറി. എന്താണ് മോഡേൺ ബയോടെക്നോളജി? ഡീൽസ് വിത്ത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് ട്യൂബിൽ ഒരു കൊച്ചിനെ ഉണ്ടാക്കുക അല്ലേ? സൈഗോട്ട് ഉണ്ടാക്കുക, എംബ്രിയോ ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ അതാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് modern approach of biotechnology. Second is synthesizing a gene and using a gene. ഒരു ജീനെ പുതിയത് ഉണ്ടാക്കുക, ഒരു ജീനെ ഉപയോഗിക്കുക. സിന്തസൈസ് ആൻഡ് യൂസിങ് എ ജീൻ. കറക്റ്റിംഗ് എ ഡിഫക്റ്റീവ് ജീൻ. തേർഡ് പോയിൻ്റ് ആണ്, ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങൾക്ക് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ജീനെ കറക്റ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ അല്ലേ? ഡിഫക്റ്റീവ് ജീൻസ്, ഹീമോഫീലിയയ്ക്ക് കാരണമായിട്ടുള്ള ഡിഫക്റ്റീവ് ജീൻ അല്ലേ? അതിനെന്താ പ്രത്യേകത? HB 6th പൊസിഷനിൽ ആരാണ്ടാവുക? വലൈൻ വരും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡിഫക്റ്റീവ് ജീവനെ കറക്റ്റ് ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് DNA വാക്സിൻ. നമുക്കറിയാം കൊറോണ വാക്സിൻ അല്ലേ? COVID-19 വാക്സിൻ കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ പുതിയൊരു വാക്സിൻ ഡിസീസസിന്, അസുഖങ്ങൾക്ക് കണ്ടുപിടിക്കുക. സിന്തസൈസിങ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് എ DNA വാക്സിൻ. ഇതെല്ലാം ഏതിൽ വരുന്നു? ന്യൂ ബയോടെക്നോളജിയിൽ, മോഡേൺ ബയോടെക്നോളജിയിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? in vitro fertilization or test tube baby program, correcting a defective gene, synthesizing a gene and using a gene, preparation of DNA vaccine. ഈ എല്ലാ ന്യൂ അപ്രോച്ചസും വരുന്നത് മോഡേൺ ബയോടെക്നോളജിയിലാണ്. അപ്പോൾ 2 branches ഓഫ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഓൾഡ് ബയോടെക്നോളജി ആൻഡ് മോഡേൺ ബയോടെക്നോളജി. ഇനി നമ്മളുടെ ചാപ്റ്ററിലേക്ക് വരാണ്. എന്താ ചാപ്റ്ററിൻ്റെ പേര്? ബയോടെക്നോളജി എന്താണെന്നോ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ദെൻ പ്രിൻസിപ്പിൾസ്, ദെൻ പ്രോസസ് അല്ലേ? ബയോടെക്നോളജി, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്നുള്ളത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിളിലേക്ക് പോകാം. 2 പ്രിൻസിപ്പിൾസ് ആണ് ബയോടെക്നോളജിയിൽ മെയിനായിട്ടുള്ളത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? അതായത് എഞ്ചിനീയറിംഗ് നടത്താൻ ജനറ്റിക് മെറ്റീരിയൽ. ആരാ ജനറ്റിക് മെറ്റീരിയൽ? DNA ഓർ RNA അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ദ ടെക്നിക് ടു ആൾട്ടർ ദി, എന്താണ്? ഇറ്റ് ഈസ് ദ ടെക്നിക് ടു ആൾട്ടർ ദി ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം. ഏതാണ് ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത്? DNA ആൻഡ് RNA. ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മേക്കപ്പിൽ ആൾട്ടറേഷൻ വരുത്തി, ചേഞ്ചസ് വരുത്തിയിട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീനോടൈപ്പിൽ, അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചറിൽ ചേഞ്ചസ് വരുത്തുക. ദെൻ ചേഞ്ച് ദ ഫീനോടൈപ്പ് ഓഫ് ദാറ്റ് ഓർഗാനിസംസ്. ഇതാണ് ജനറ്റിക് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് RDNA ടെക്നോളജിക്ക് ഡെഫിനേഷൻ ചോദിച്ചാൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാലും കറക്റ്റാണ്. ഓക്കെ, ബയോടെക്നോളജിയുടെ ഡെഫിനേഷൻ ചോദിച്ചാലും അത് നമ്മൾ ഒരു ഡെഫിനേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബയോടെക്നോളജിയുടെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് യൂസിങ് ലിവിങ് ഓർഗാനിസംസ് or their enzymes for product and services that are useful to human beings എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇറ്റ് ഈസ് ദ
technique to alter the genetic makeup of an organism, DNA or RNA, and introduce these into host organism and thus change the phenotype of that organisms. Okay, clear ആയല്ലോ? എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? Technique to alter the genetic makeup of an organisms and introduce these into host organisms and thus change the phenotype of that organisms. എന്നിട്ട് ആ ഓർഗാനിസത്തിൻ്റെ അതെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജനറ്റിക് മേക്കപ്പ് ഓഫ് ഒരു ഓർഗാനിസത്തിൽ ചേഞ്ചസ് വരുത്തുക, DNA-യിലും RNA-യിലും ചേഞ്ചസ് വരുത്തുക, എന്നിട്ട് അതിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഓർഗാനിസത്തിന് ഫീനോട്ടിപ്പിക്കലി എക്സ്റ്റേണലി എന്തുണ്ടാവും? അതിൻ്റെ ക്യാരക്ടേഴ്സിന് ചേഞ്ചസ് വരുത്തും, അല്ലെ? ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇങ്ങനെ ഒരു പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ടൈറ്റിൽ നമ്മൾ ടെക്സ്റ്റിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ സെക്കൻഡ് പ്രിൻസിപ്പിളായിട്ട് പറയാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. വാട്ട്സ് മീൻ ബൈ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്? അതായത് നമുക്കറിയാം, നമ്മളൊരു ടിഷ്യൂ കൾച്ചർ ലാബിൽ പോയിട്ട് ന്യൂമോണിയ ഉണ്ടോയെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഫ് എടുക്കും, അല്ലേ? കഫ് എടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് കൊടുക്കും. അവരെന്ത് ചെയ്യും? ബാക്ടീരിയയ്ക്ക് വളരാനായിട്ട് ഒരു കൾച്ചർ മീഡിയം വേണം. അഗാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? 2 റെഡ് ആൽഗി ഉപയോഗിച്ചിട്ട് ഏതൊക്കെ? ഗ്രാസിലേറിയ ആൻഡ് ജെലിഡിയം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ടിഷ്യൂ കൾച്ചർ മീഡിയം എന്തിനെ കൾച്ചർ ചെയ്യാനുള്ളതാണ്? ബാക്ടീരിയനൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയമാണ് അഗാർ, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയനെ ഉണ്ടെന്ന് നമുക്ക് ഈ ബാക്ടീരിയ ന്യൂമോണിയക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ടോ എന്ന് അറിയാൻ കഫ് എടുക്കും പേഷ്യൻറ്റിൻ്റെ കയ്യിൽ. എന്നിട്ട് നമ്മൾ ഈ കൾച്ചർ മീഡിയത്തിൽ ഇട്ടിട്ട് അതിൻ്റെ ഗ്രോത്ത് കണ്ടീഷനുള്ള ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഈ കൾച്ചർ മീഡിയത്തിൽ. അപ്പോൾ ന്യൂമോണിയ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് കൂടുന്നുണ്ടെങ്കിൽ സ്റ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ ഈ ന്യൂമോകോക്കസ് ബാക്ടീരിയ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയൻ്റെ നമ്പർ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഷുവറാണ് ഈ അസുഖം ഉണ്ടെന്ന്, അല്ലേ? പക്ഷേ അതിൻ്റെ കോളനീസ് കുറവേ ഉള്ളൂ എങ്കിൽ അല്ലെങ്കിൽ ഇല്ല എങ്കിൽ ഈ അസുഖം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇതാണ് ഒരു ടിഷ്യൂ കൾച്ചറിലും ഒരു ലാബ് കണ്ടീഷനിലൊക്കെ നടത്തുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നടത്തുമ്പോൾ ഈ ഒരു പ്രോസസ്സുകൾ ഒരു പുതിയ ഇൻവെൻഷൻസൊക്കെ കണ്ടുപിടിക്കാം മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉപയോഗിച്ച് ബാക്ടീരിയക്ക്. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് പകരം അല്ലെങ്കിൽ ബാക്ടീരിയയ്ക്ക് പകരം ഏതെങ്കിലും നമുക്കറിയാം നമ്മളൊരു കയ്യിൽ വെറും കൈ ഇങ്ങനെ പിടിച്ചാൽ അതിൽ തൗസൻഡ്സ് ഓർ ലാക്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും, അല്ലേ? യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ? മൈക്രോ അല്ല, ഡിസീസസിന് കാരണമായിട്ടുള്ളത്, അല്ലേ? എയറിൽ മുഴുവൻ നിറച്ച് എയർബോൺ ഡിസീസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ബാക്ടീരിയൽ, ഫംഗൽ, വൈറസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു സ്റ്റെറൈൽ ആംബിയൻസിൽ നമ്മൾ ഒരു പ്രോസസ്സൊക്കെ ഈ എക്സ്പെരിമെൻ്റൊക്കെ നടത്തുമ്പോൾ അതിൽ ഒരു കണ്ടാമിനേഷൻ സംഭവിച്ചിട്ട് വേറെ നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത വേറൊരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം വന്ന് പെട്ടാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബയോ പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് ആണ്. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബയോ പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. അതായത് നമ്മളൊരു സ്റ്റെറൈലായിട്ടുള്ള കണ്ടാമിനേറ്റ് അല്ലാത്ത പ്യുവറായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഏതിലാണ്? കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ DNA, RNA ഒക്കെ എഞ്ചിനീയർ ചെയ്യുന്ന ഈ പ്രോസസ്സിൽ ഒരു സ്റ്റെറൈൽ ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ഓൺലി ഡിസൈഡ് മൈക്രോബ് ഓർ യൂക്കാരിയോട്ടിക്സ്. നമുക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സെൽസ് അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഗ്രോത്ത് മാത്രം നമുക്ക് മതി, ആവശ്യമില്ലാത്തവർ വേണ്ട. അപ്പോൾ ആവശ്യമുള്ള യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെറൈൽ ആംബിയൻസ് മെയിൻ്റെനൻസ് ചെയ്യുക എന്നുള്ളതാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പ്രിൻസിപ്പിളാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് മീൻസ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് ടു പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ഓൺലി ഡിസീഡ് മൈക്രോബ്സ് ഓർ യൂക്കാരിയോട്ടിക് സെൽ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. നമുക്ക് ആവശ്യത്തില്ല ലാർജ് ക്വാണ്ടിറ്റീസിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒരു യൂക്കാരിയോട്ടിക് സെൽ മാത്രമാണ്. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്
എന്തിൽ വരുന്നത്? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗിൽ വരുന്നത്. അപ്പോൾ 2 പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. വാട്ട് ഈസ് meant by genetic engineering? Genetic engineering is the technique to alter the genetic makeup of an organism and introduce these into host organisms and thus change the phenotype of that organisms. What's meant by bioprocessing engineering? Maintains a sterile ambience in chemical engineering process to promote the growth of only desired microbes or eukaryotic cell in large quantities. ക്ലിയർ ആയല്ലോ? ഇതാണ് 2 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് RDNA ടെക്നോളജിയാണ്. ഫസ്റ്റ് RDNA ടെക്നോളജി ഏതാണ്? ഫസ്റ്റ് RDNA ടെക്നോളജി ആരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? സ്റ്റാൻലി കോഹൻ. ഇതാണ് സയൻറ്റിസ്റ്റ് സ്റ്റാൻലി കോഹൻ ആൻഡ് ആരാണ്? ഹെർബർട്ട് ബോയർ. ആരാണ്? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇവിടെ നമ്മൾ റോബർട്ട് ബോയർ എന്ന് എഴുതിയിട്ടുണ്ട്. റോബർട്ട് ബോയർ അല്ല. ആരാണ് സയൻറ്റിസ്റ്റ്? സ്റ്റാൻലി കോഹൻ ആൻഡ് ആരാണ്? ഹെർബർട്ട് ബോയർ. ആരാണ്? ഹെർബർട്ട് ബോയർ ആണ് കേട്ടോ. ഫസ്റ്റ് RDNA ടെക്നോളജി വാസ് ഡിസ്കവേർഡ് ബൈ സ്റ്റാൻലി കോഹൻ ആൻഡ് ആരാണ്? മിസ്റ്റർ ബോയർ. ആരാണ് ബോയർ? ഹെർബർട്ട് ബോയർ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിന് പറയുന്ന പേരാണ് ഫസ്റ്റ് RDNA ടെക്നോളജീനെ പറയുന്ന പേരാണ് ഫസ്റ്റ് RDNA ടെക്നോളജി. എൻ്റെ പേരെന്താണ്? ഫസ്റ്റ് RDNA ടെക്നോളജി അറിയപ്പെടുന്നത് സ്റ്റാൻലി കോഹൻ ആൻഡ് റോബർട്ട് ബോയർ എക്സ്പെരിമെൻറ്റ് അല്ലേ? കോഹൻ ആൻഡ് ബോയർ എക്സ്പെരിമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് ഫസ്റ്റ് RDNA ടെക്നോളജി? സ്റ്റാൻലി കോഹൻ ആൻഡ് ബോയർ എക്സ്പെരിമെൻറ്റ് എന്നറിയപ്പെടുന്നു. സ്റ്റാൻലി കോഹൻ ആൻഡ് ബോയർ എക്സ്പെരിമെൻറ്റ് 1972 ഈ എക്സ്പെരിമെൻറ്റ് അവർ കണ്ടുപിടിച്ചത്. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത് എന്നിട്ട് RDNA ടെക്നോളജി ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും അവരാണ്. ഓക്കെ, അപ്പോൾ ആരാണ് സയൻറ്റിസ്റ്റ് ഫസ്റ്റ് RDNA ടെക്നോളജിയുടെ? ഫസ്റ്റ് RDNA ടെക്നോളജി കണ്ടുപിടിച്ചത് സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ 1972 ആൻഡ് ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് നോൺ ആസ് കോഹൻ ആൻഡ് ബോയർ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് RDNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ? RDNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? RDNA ടെക്നോളജി is the process of joining and inserting a foreign piece of DNA. എന്താണ്? process of joining and inserting of a foreign piece of DNA into a host organism. ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ഫോറിൻ പീസ് ഓഫ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊഡ്യൂസ് എ ന്യൂ ജെനറ്റിക് കോമ്പിനേഷൻ. ഒരു പുതിയ ജെനറ്റിക് കോമ്പിനേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ല ക്യാരക്ടേഴ്സുള്ള ഒരു പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിസൈഡ് ജീനിനെ നമ്മളെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് RDNA ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് RDNA ടെക്നോളജി? ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് ആൻഡ് ഇൻസേർട്ടിങ് എ ഫോറിൻ പീസ് ഓഫ് DNA ഇൻടു ഹോസ്റ്റ് ഓർഗാനിസംസ്. ഹോസ്റ്റിലേക്കാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊഡ്യൂസ് ന്യൂ ജെനറ്റിക് റീകോമ്പിനേഷൻ. പുതിയ ജെനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പുതിയ ജെനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞോളൂ, എന്താണ് RDNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ? RDNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് ആൻഡ് ഇൻസേർട്ടിങ് എ പീസ് ഓഫ് DNA, എ ഫോറിൻ പീസ് ഓഫ് DNA എവിടേക്ക്? ഇൻടു എ ഹോസ്റ്റ് ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് ടു ജെനറ്റിക് റീകോമ്പിനേഷൻ. അപ്പോൾ എന്താണ് RDNA ടെക്നോളജി? ഈസ് ദ ടെക്നിക് ഓഫ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ജോയിനിങ് ആൻഡ് ഇൻസേർട്ടിങ്. ജോയിൻ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഒന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫോറിൻ പീസ് ഓഫ് DNA ടു ഹോസ്റ്റ് ഓർഗാനിസംസ്. ഒരു കുഞ്ഞ് പീസ് ഓഫ് DNA ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ജോയിൻ ആൻഡ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ടു പ്രൊഡ്യൂസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ജെനറ്റിക് റീകോമ്പിനേഷൻ. പുതിയ റീകോമ്പിനേഷനൊക്കെ സംഭവിച്ച ഒരു പുതിയ ന്യൂ ജെനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞോളൂ, എന്താണ് RDNA ടെക്നോളജി? ഈസ് ദ പ്രോസസ് ഓഫ് inserting and joining of a piece of DNA into host organisms. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ന്യൂ ജെനറ്റിക് റീകോമ്പിനേഷൻസ് ഈസ് കോൾഡ് RDNA ടെക്നോളജി. അപ്പോൾ RDNA ടെക്നോളജി ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് ആൻഡ് ഇൻസേർട്ടിങ് ഓഫ് എ സ്മോൾ പീസ് ഓഫ് ഫോറിൻ DNA into host organisms
ടു പ്രൊഡ്യൂസ് എ ന്യൂ ജനറ്റിക് റീകോമ്പിനേഷൻ. ക്ലിയർ ആയല്ലോ. ഇനി ഫസ്റ്റ് RDNA ടെക്നോളജിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ 1972 കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അതിനകത്ത് അവരുപയോഗിച്ച റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. റിക്വയർമെൻറ്റ്സ് ഫോർ ദി ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് കേട്ടോ. അത് പഠിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ട് എക്സ്പെരിമെൻറ്റ് പറയാം. ഓക്കെ, ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മൾ ഈ പ്രൊസീജിയറും പ്രോസസ്സൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഫസ്റ്റ് RDNA ടെക്നോളജി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് RDNA ടെക്നോളജി? ഇസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് ഓർ ഇൻസേർട്ടിങ് എ ഫോറിൻ പീസ് ഓഫ് DNA into a host organism for new genetic recombination. അതാണ് RDNA ടെക്നോളജി അല്ലേ. അപ്പോൾ സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് ആദ്യമായിട്ട് RDNA ടെക്നോളജി കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് അവർക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് വേണം. അവരുടെ എക്സ്പെരിമെൻറ്റ് നടത്താൻ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്? അതായത് ഏത് ഡിസൈഡ് ക്യാരക്ടറാണോ അവർ ഒരു ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഡിസൈഡ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ആ ഡിസൈഡ് ക്യാരക്ടർ എവിടെ നിന്നാണ് എടുക്കുക? ഏതൊരു ഡിസൈഡ് ക്യാരക്ടർക്കും ഒരു ഡോണർ ഉണ്ടായിരിക്കില്ല. അത് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഡോണർ DNA ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡോണർ DNAയിൽ നിന്നാണ് നമ്മൾ ഡിസൈഡ് DNAനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡോണർ DNA വേണമല്ലോ. ഡോണർ DNAയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ജീൻ, ഒരു പോർഷൻ, അയാളുടെ ഡോണറിൻ്റെ DNAയിൽ കുറേ ജീനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡോണർ DNAയിൽ നിന്ന് നമുക്ക് ആവശ്യമായുള്ള ഈ പ്രോസസ്സ് എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ജീൻ മാത്രം എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? We require a donor DNA that provide desired gene, desired DNA or desired character. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു ഡിസൈഡ് DNA എടുത്തു. ഓക്കെ, ക്ലിയർ ആയോ? ഒരു മിനിറ്റ്, നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് RDNA ടെക്നോളജി. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഡിസൈഡ് DNAനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു ഡോണർ DNA വേണം. ഇനി ആ ഡോണർ DNAയിൽ നിന്ന് ഡിസൈഡ് DNA മാത്രം, നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടർ മാത്രം കട്ട് ചെയ്തെടുക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈം വിച്ച് ഈസ് നോൺ ആസ് മോളിക്യുലാർ സിസർ. ഏതാണ് എൻസൈം? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഡോണർ DNAയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള DNA മാത്രം കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, ഈ ഡോണർ DNAനെ ഹോസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ തന്നെ പോകാൻ പറ്റില്ല. അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതിനെ സഹായിക്കാനായിട്ടൊരു കാരിയർ വേണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഒരു പ്ലേസിൽ നിൽക്കുന്നു. അവിടെ നമുക്ക് തൃശ്ശൂരിലോട്ടോ എറണാകുളത്തോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസ് വേണം ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. ഏതൊക്കെയാണ്? വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ, 2 വീലർ, 3 വീലർ, 4 വീലർ, ട്രെയിൻ ഒക്കെ ഉണ്ട് അല്ലേ. നമ്മൾ മാക്സിമം നമുക്ക് വേഗത്തിലെത്താൻ പറ്റാവുന്ന ഒന്നാണ് സെലക്ട് ചെയ്യുക അല്ലേ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരു ഡിസൈഡ് ജീനിന് അല്ലെങ്കിൽ ഒരു ഡിസൈഡ് DNAക്ക് അത് ആ ജീൻ ആവശ്യമുള്ള ഹോസ്റ്റ് DNAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഇതിലേക്ക് എത്തണം. ഓക്കെ, അപ്പോഴാണ് റീകോമ്പിനേഷനൊക്കെ നടന്നിട്ട് ഒരു പുതിയ ഓർഗാനിസംസ് ഉണ്ടാവുള്ളൂ, ഫിനോടൈപ്പിൽ മാറ്റം വന്നിട്ട്. അപ്പോൾ അതിന് തന്നെ പ്രാസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനൊരു ഹെൽപ്പറെ, ഒരു കാരിയറെ ആവശ്യമുണ്ട്. ആ കാരിയറാണ് വെക്ടർ എന്ന് പറയുന്നത്. ആരാണ്? വെക്ടർ ഈസ് എ കാരിയറാണ്. ഓക്കെ, വിച്ച് ഈസ് ട്രാൻസ്ഫർ ഫ്രം ദി ഡോണർ DNA ടു എവിടേക്ക്? വെക്ടർ DNAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ആ വെക്ടർ ആരാണ് വെക്ടർ? നമ്മുടെ പ്ലാസ്മിഡ് അല്ലേ. ഈ പ്ലാസ്മിഡിലേക്ക് ഡോണർ DNAനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞൊരു പോർഷൻ ഓഫ് DNA നമ്മളെ പ്ലാസ്മിഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റും. എന്തിനു വേണ്ടിയിട്ട്? കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സ്മോൾ പീസ് ഓഫ് DNA നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡോണർ DNA ഉണ്ട്. ഡോണർ DNAയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് DNA മാത്രം ടേക്കൺ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ആരാ വേണ്ടത്? ഒരു കാരിയർ ഓർ വെക്ടർ വേണം. ഈ ഡിസൈഡ് DNAക്ക് തന്നെ ഹോസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല, അതിനൊരു കാരിയറിൻ്റെ സഹായമുണ്ട്, ഒരു വെഹിക്കിളിൻ്റെ സഹായമുണ്ട്. അപ്പോൾ ആ വെഹിക്കിളാണ്, ആരാണ് ആ വെഹിക്കിൾ? നമ്മൾ കാരിയറായിട്ട് അല്ലെങ്കിൽ വെക്ടറായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ്? വെക്ടർ ആരാണ് ചോദിച്ചാൽ പ്ലാസ്മിഡാണ്. ആരാണ്? പ്ലാസ്മിഡ്. ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? പ്ലാസ്മിഡ്. PBr 322 പ്ലാസ്മിഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പ്ലാസ്മിഡാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വെക്ടർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഹോസ്റ്റ്. ഈ
വെക്ടർ അല്ല ഡിസൈഡ് ക്യാരക്ടറുള്ള വെക്ടർ അല്ലെങ്കിൽ പ്ലാസ്മിഡിനെ ഇനി നമ്മൾ എവിടേക്ക് മാറ്റും? ഹോസ്റ്റിലേക്ക്, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളൊരു ഹോസ്റ്റിലേക്ക് മാറ്റും. ഓക്കെ, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിലേക്ക് മാറ്റും. എന്നിട്ട് അതവിടെ എന്തുണ്ടാവും? RDNA ഹോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് മാറ്റുമ്പോൾ ഹോസ്റ്റിൻ്റെ DNA കൂടെ RDNA മൾട്ടിപ്ലൈ ചെയ്ത് മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് DNA ഉണ്ടാകും. ഇതാണ് ഫസ്റ്റ് RDNA ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്മോൾ പീസ് ഓഫ് DNA, ഡിസൈഡ് ജീൻ ഈസ് ടേക്കൺ ഫ്രം ദി ഡോണർ DNA with the help of restriction endonuclease, and with the help of restriction endonuclease ഇനി എന്ത് ചെയ്തു? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ സഹായത്തോടു കൂടി തന്നെ കാരിയർ ആയിട്ടുള്ള പ്ലാസ്മിഡ് വെക്ടറിൽ നിന്ന് കുഞ്ഞ് സ്മോൾ പോർഷൻ കോംപ്ലിമെൻ്ററി ടു ഡിസൈഡ് DNA ഈസ് ടേക്കൺ ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഡിസൈഡ് DNA ടേക്കൺ ഫ്രം ഡോണർ DNA ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി വെക്ടർ DNA പ്ലാസ്മിഡ് ആൻഡ് ലിങ്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോണർ DNA വെക്ടർ DNAയിലേക്ക് പാസ് ചെയ്തിട്ട് അത് രണ്ടും ലിങ്ക് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം വിച്ച് ദേ പ്രൊവൈഡഡ്. ഏതാണ് എൻസൈം? മോളിക്കുലാർ ഗം എന്നറിയപ്പെടുന്ന, ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ അല്ലെങ്കിൽ ബയോടെക്നോളജിയിൽ മോളിക്കുലാർ ഗം എന്നറിയപ്പെടുന്ന എൻസൈമാണ് ഏതാണ്? DNA ലിഗേസ്. അതിനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? റീകോമിനൻ്റ് DNA കിട്ടി. ഓക്കെ, അപ്പോൾ റീകോമിനൻ്റ് DNA ഉണ്ടാകുന്നത് വരെയുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, റീകോമിനൻ്റ് DNA കിട്ടി. ഇനി ഈ റീകോമിനൻ്റ് DNA സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ എങ്ങോട്ട് മാറ്റി? ഹോസ്റ്റിലേക്ക് കുറച്ച് കൾച്ചർ മീഡിയ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടു. ഓക്കെ, ഈ റീകോമിനൻ്റ് DNA. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യും. ബാക്ടീരിയൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 minutes ഉള്ളൂ. സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കാനൊക്കെ വളരെ കുറച്ച് ഡ്യൂറേഷനുള്ള റിപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ കൾച്ചർ മീഡിയത്തിൽ നോക്കുമ്പോൾ അതിന് റിപ്രൊഡക്ഷൻ സംഭവിക്കും. റിപ്രൊഡക്ഷൻ സംഭവിക്കും. ആ റിപ്രൊഡക്ഷൻ സംഭവിക്കുമ്പോൾ കുറേ പ്രാവശ്യം അത് മൾട്ടിപ്ലൈ ചെയ്യും. ആ റിപ്രൊഡക്ഷൻ സംഭവിക്കുന്ന കൂട്ടത്തിലൊക്കെ തന്നെ നമ്മുടെ എന്ത് സംഭവിക്കും? നമ്മുടെ DNA ബാക്ടീരിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ RDNAയുടെ പ്രത്യേകത പ്ലാസ്മിഡിൻ്റെ കൂടെ നമ്മൾ ഡിസൈഡ് DNA കൂടി ചേർന്നാണ് RDNA. ഈ പ്ലാസ്മിഡിൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു ഹോസ്റ്റ് സെല്ലിൽ പോയാൽ ഹോസ്റ്റിൻ്റെ ജീനോമിൻ്റെ കൂടെ കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് DNA ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും ബാക്ടീരിയയ്ക്ക് സെൽ ഡിവിഷൻ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ റീകോമിനൻ്റ് DNAയ്ക്കും മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് കുറേ കോപ്പീസ് ഓഫ് DNA ഉണ്ടാവും. അങ്ങനെ ആ റീകോമിനൻ്റ് DNAയിൽ നിന്ന് നമുക്ക് വാക്സിൻ ഉണ്ടാക്കണമെങ്കിൽ വാക്സിൻ ഉണ്ടാക്കാം. പിന്നെന്താണ്? ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കണമെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവും. ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതുണ്ടാക്കും. ഇങ്ങനെയാണ് പ്രൊസീജിയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് RDNA ടെക്നോളജി സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ 1972 ആണ്. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് റിക്വയർമെൻ്റ് ആണ് ഡോണർ DNA ദാറ്റ് ഹാവ് ദി ഡിസൈഡ് DNA. ഓക്കെ, വിച്ച് ഈസ് പിന്നെ വെക്ടർ വേണം. വെക്ടർ എന്ന് പറയുന്നത് ആരാണ് വെക്ടർ? വെക്ടർ ഈസ് ഡോണർ ഓർ വെക്ടർ വേണം. വെക്ടർ ഓർ ഡോണർ DNA വേണം. അത് കഴിഞ്ഞിട്ട് വെക്ടർ DNA വേണം. വെക്ടർ DNA എന്ന് പറയുന്നത് കാരിയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്മിഡ് വെക്ടറാണ്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയും. പിന്നീട് ഹോസ്റ്റ് വേണം, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഹോസ്റ്റ് വേണം. അപ്പോൾ ഏതൊക്കെയാണ്? ഡോണർ DNA വിച്ച് പ്രൊവൈഡ് ഡിസൈഡ് DNA, ഫസ്റ്റ് വൺ. പിന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വിച്ച് മേക്സ് ടു കട്ട് ഇൻ ദ ബോത്ത് ഇൻ ദ ഡോണർ DNA ആൻഡ് വെക്ടർ DNA, ആൻഡ് DNA ലിഗേസ് എൻസൈം വിച്ച് മേക്സ് ദ ഡോണർ DNA ആൻഡ് വെക്ടർ DNA ടുഗദർ ഫോം എ റീകോമിനൻ്റ് DNA. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ചെയ്ത എക്സ്പെരിമെൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ, വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതായത് ഒരു ഡിസൈഡ് DNA എടുത്തു. ആ ഡിസൈഡ് DNA ഡോണർ DNA എടുത്തു. ഇതാണ് ഡോണർ DNA. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് ഡോണർ DNA എടുത്തു. ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു കുഞ്ഞൊരു പോർഷൻ മതി, ഇത്രയും ഒരു പോർഷൻ വേണം. ഇതാണ് ഫസ്റ്റ് RDNA ടെക്നോളജിയുടെ ഡിസൈഡ് DNA. എന്താ ഡിസൈഡ് DNAയുടെ പ്രത്യേകത?
ഫസ്റ്റ് ഡിസൈഡ് ഡി എൻ എൻ്റെ പ്രത്യേകത എന്താ? ഡിസൈഡ് ഡി എൻ എ. ഓക്കെ, ഡിസൈഡ് ഡി എൻ എയുടെ പ്രത്യേകത ഡിസൈഡ് ഡി എൻ എ. ഡിസൈഡ് ഡി എൻ എൻ്റെ പ്രത്യേകതയാണ് വിച്ച് ഹാവ് എ സ്പെഷ്യൽ ക്യാരക്ടർ അല്ലേ. ഇവിടെ എടുത്ത ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ എടുത്ത ഡിസൈഡ് ഡി എൻ എ ആണ്. ഏതാ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ എടുത്ത ഡിസൈഡ് ഡി എൻ എ? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്ന ഡിസൈഡ് ക്യാരക്ടറാണ് എടുത്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ വൈറ്റ് ബോർഡ് വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ഒരു ഡോണർ ഡി എൻ എ എടുത്തു. ഇത് ഡോണർ ഡി എൻ എ ആണ്. ഈ ഡോണർ ഡി എൻ എയിൽ എന്ത് ക്യാരക്ടർ ഉണ്ട്? ഡിസൈഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ഏതാണ് ക്യാരക്ടറാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. ഇത്രയും പോർഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഈസ് ടേക്കൺ ഔട്ട് ബൈ ദി ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, ആരാണ് ഇവിടുത്തെ ഡോണർ ഡി എൻ എ എന്ന് പറയുന്നതും ഡിസൈഡ് ഡി എൻ എ എന്ന് പറയുന്നതും? ഡോണർ ഡി എൻ എ എന്ന് പറയുന്നത് സാൽമൊണെല്ല ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ, സാൽമൊണെല്ല ടൈഫിമൂറിയം എന്ന് പറയുന്ന ബാക്ടീരിയ. ഓക്കെ, ഈ സാൽമൊണെല്ല ടൈഫിമൂറിയത്തിന് എന്തുണ്ട്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ട് അല്ലേ. അപ്പോൾ സാൽമൊണെല്ല ടൈഫിമൂറിയത്തിൻ്റെ പ്ലാസ്മിഡിൽ നിന്നാണ് ഡിസൈഡീനായിട്ടുള്ള ഏത് ക്യാരക്ടർ എടുത്തത്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്ന ഡിസൈഡ് ഡി എൻ എ എവിടെ നിന്ന് എടുത്തത്? പ്ലാസ്മിഡിൽ നിന്ന്. ആരുടെ പ്ലാസ്മിഡിൽ നിന്ന്? സാൽമൊണെല്ല ടൈഫിമൂറിയത്തിൻ്റെ പ്ലാസ്മിഡിൽ നിന്ന് എടുത്ത ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനാണ് ഇവിടുത്തെ ഡിസൈഡ് ഡി എൻ എ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു കുഞ്ഞു പോർഷൻ ഓഫ് ഡിസൈഡ് ഡി എൻ എ കിട്ടി അല്ലേ. കുഞ്ഞ് പോർഷൻ ഓഫ് ഡിസൈഡ് ഡി എൻ എ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മളെടുക്കുന്ന കാരിയർ എന്ന് പറയുന്നത് എന്താ പ്രത്യേകത? പ്ലാസ്മിഡാണ്. പ്ലാസ്മിഡ് എന്താണെന്ന് +1 വരെ തൊട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു ബാക്ടീരിയയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോയിഡ് ഉണ്ട്. ന്യൂക്ലിയോയിഡിന് പുറമേ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ ഡി എൻ എ. എന്താണ് പ്ലാസ്മിഡ്? എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ ഡി എൻ എ. എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ ഡി എൻ എ, അതായത് എക്സ്ട്രാ എന്ന് പറയാൻ കാരണം അതിൻ്റെ ജീനോമാണ് ന്യൂക്ലിയോയിഡ്. അതിന് പുറമെ അതിൽ കാണപ്പെടുന്ന സർക്കുലാർ ആയിട്ടുള്ള എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ ഡി എൻ എ ആണ് പ്ലാസ്മിഡ്. ഇതിന് വിച്ച് ഹാവ് ദി എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് ഇൻ ദ ഹോസ്റ്റ് ഓർഗാൻ. ഇത് എവിടെയെങ്കിലും ചെന്നാൽ അവിടെ വെച്ചിട്ട് അതിന് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇവിടെ ഒരു എന്തെടുത്തു? ഫസ്റ്റ് എടുത്തത് ഡോണർ ഡി എൻ എ ആണ് എടുത്തത് അല്ലേ. ഫസ്റ്റ് ആളെടുത്തത് ഡോണർ ഡി എൻ എ. ഓക്കെ, ഡോണർ ഡി എൻ എ ആണ് ഫസ്റ്റ് എടുത്തത്. ഇവിടെ ഡോണർ ഡി എൻ എ എടുത്തു. ദെൻ ഹി ടേക്ക് ആരെ എടുക്കുന്നത്? ദെൻ ഹി ടേക്ക് വെക്ടർ ഡി എൻ എ. ഇതാരാണ്? ഡിസൈഡ് ഡി എൻ എ. മാച്ച് കളഞ്ഞിട്ട് ഒന്നുകൂടെ എഴുതാം. ഇതാരാണ്? ഡിസൈഡ് ഡി എൻ എ. ഇതാരാണ്? എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ ഡി എൻ എ. പ്ലാസ്മിഡ് ഓർ വെക്ടർ. ഓക്കെ, ഇതൊരു ആരാണ്?
ഇതിൻ്റെ പ്രത്യേകത സർക്കുലറാണ് അല്ലേ. എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആൻഡ് ഓട്ടോണോമസ് ആണ്. ഇവിടെ നിന്നും ഒരു പോർഷൻ REN തൊട്ട് ഉപയോഗിച്ചു. RENൻ്റെ സഹായത്തോടു കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടി. എന്ത് കിട്ടി? ഇതൊരു ബ്ലൂ കളറിൽ വരയ്ക്കാം അല്ലേ. ബ്ലൂ കളറിൽ വരച്ച് ഇവിടുന്ന് ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് അപ്പോൾ എന്ത് കിട്ടി? ബ്ലൂ കളറിലുള്ള ഒരു പീസ് ഓഫ് പ്ലാസ്മിഡ് DNA കിട്ടി അല്ലേ. അപ്പോൾ ഈ വെക്റ്റർ DNAയും പ്ലാസ്മിഡ് DNAനെയും ലിങ്ക് ചെയ്യിപ്പിക്കും. ഇൻസേഷൻ ഓഫ് ദി ഡിസൈഡ് DNA ഇൻറ്റു വെക്റ്റർ DNA. ഇത് കണ്ടോ, ഇതാണ് വെക്റ്റർ DNA. എന്നിട്ട് എന്തുണ്ടാവും? വെക്റ്റർ DNA എന്നിട്ട് എന്താ ഉണ്ടാവുക? വെക്റ്റർ DNA ആവുമ്പോൾ നമുക്കൊരു വെക്റ്റർ DNAൻ്റെ പോർഷൻ പ്ലസ് ഡോണർ DNAൻ്റെ പോർഷനുള്ള ഒരു റീകോമ്പിനൻ്റ് DNA കിട്ടും. ഓക്കെ, ഇനി ഈ റീകോമ്പിനൻ്റ് DNAനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഒരു കോമ്പീറ്റൻ്റ് ഹോസ്റ്റായിട്ടുള്ള ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? അത് റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരു മണിക്കൂറാകുമ്പോഴേക്കും കുറേ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൽ നിറയെ എന്തുണ്ടാവും? റീകോമിനൻ്റ് DNA ഉണ്ടാവും. ഓക്കെ, എന്താ ഉണ്ടാവുക? റീകോമിനൻ്റ് DNA ഉണ്ടാവും. റീകോമിനൻ്റ് DNA ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇവിടെ മുഴുവൻ റീകോമിനൻ്റ് DNA ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് RDNA കണ്ടുപിടിക്കാം. ഈ RDNA ഇങ്ങനെ കൾച്ചർ മീഡിയ ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് RDNA കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കാം, വാക്സിൻ ഉണ്ടാക്കാം, ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇതെല്ലാതും ഈ ഒരു RDNA ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതിനെ പ്ലാന്റ്സിലേക്കും ആനിമൽസിലേക്കും ഈ ജീനിനെ മാറ്റണമെങ്കിൽ പ്ലാന്റ്സിലോട്ടും ആനിമൽസിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് RDNA ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ഫസ്റ്റ് RDNA ടെക്നോളജി 1972 നടത്തി. എന്നിട്ട് അവർ അതിനെടുത്ത ഡിസൈഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ആണ്. അത് എവിടെ നിന്നാണ് എടുത്തത്? സാൽമണല്ല ടൈഫിമൂറിയം, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ടൈഫിമൂറിയം എന്ന് പറയുന്നത് ബാക്ടീരിയത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നല്ല, ന്യൂക്ലിയോയിഡിൽ നിന്നല്ല, അതിന് പുറത്തെ അതിൽ കാണപ്പെടുന്ന സർക്കുലർ DNA ആയിട്ടുള്ള പ്ലാസ്മോഡിയത്തിൽ നിന്ന്. ഓക്കെ, എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ആയിട്ടുള്ള പ്ലാസ്മോഡിയത്തിൽ നിന്ന് ഒരു ഡിസൈഡ് ജീൻ എടുത്തു. ആരാണ് ഡിസൈഡ് ജീൻ ഓർ ഡിസൈഡ് DNA? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. ഓക്കെ, ഇനി ഇതിനെ ഒരു ഹോസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ ഡയറക്റ്റായിട്ട് മാറ്റാൻ പറ്റില്ല, ഒരു ക്യാരിയറിൻ്റെ സഹായമുണ്ട്. ആരാണ് ക്യാരിയർ ഓർ വെക്ടർ ഓർ വെഹിക്കിൾ എന്ന് പറയുന്നത്? പ്ലാസ്മിഡാണ്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA വിച്ച് ഹാവ് ദ എബിലിറ്റി ടു മൾട്ടിപ്ലിക്കേറ്റ് വിത്തിൻ ദ ഹോസ്റ്റ് സെല്ലാണ് അല്ലെ. ഓട്ടോണോമസ്ലി മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ചെയ്യേണ്ടത്? നമ്മുടെ എന്തിലേക്ക് മാറ്റും? ഏതിലേക്ക് മാറ്റും? അതായത് പ്ലാസ്മിഡ് വെക്ടർ എടുത്തിട്ടുണ്ട്. പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഈ ഡിസൈഡ് DNAനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് DNA പോർഷൻ മാത്രം RNA സഹായത്തോട് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ പോർഷനെ ഇൻസേർട്ട് ചെയ്യിപ്പിക്കണം. ഇതിലേക്ക് സർക്കുലർ ആയിട്ടുള്ള പ്ലാസ്മിഡിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്മോൾ കോംപ്ലിമെൻ്ററി പോർഷൻ ഈസ് കട്ട് ഔട്ട് ഫ്രം ദി വെക്ടർ DNA. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനും കട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഓക്കെ ആരാണ്? പ്ലാസ്മിഡിനെ കട്ട് ചെയ്യാനും ഡോണർ DNAനെ കട്ട് ചെയ്യാനും സഹായിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. എന്നിട്ട് ഈ കട്ട് ചെയ്ത പോർഷനിലേക്ക്, കോംപ്ലിമെൻ്ററി പോർഷനിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈഡ് DNAനെ ഇൻസേർട്ട് ചെയ്തിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കും. ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ലിഗേസ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് RDNAനെ കിട്ടും. ഈ RDNAനെ നമ്മൾ ബാക്ടീരിയയുടെ കൾച്ചർ മീഡിയത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് കിട്ടും? നമുക്ക് DNA വാക്സിൻസും ആൻറ്റിബയോട്ടിക്സും എല്ലാം ലഭിക്കും. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ഫസ്റ്റ് RDNA ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള ഡോണർ DNA ആരാണ്? ഡിസൈഡ് DNA ആരാണ്? ഓക്കെ, കാരിയർ വെക്ടർ ആരാണ്? ഹോസ്റ്റ് ആരാണ്? ഇത്രയും പോർഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് RDNA ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സുഖമായിട്ട് നെക്സ്റ്റ് പോർഷൻസൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ഒന്ന് അവിടെ പഠിച്ച് നോക്കാം അല്ലേ. ഇനി നെക്സ്റ്റ് പോർഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ ടോപ്പിക്ക്
നന്നായി മനസ്സിലായെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്